تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മള് പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും ഈ പ്രവർത്തനങ്ങളും സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി പൂർത്തിയാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി കണ്ടുമുട്ടാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിപ്പെട്ട അടിമകളായിക്കൊണ്ട് അള്ളാഹു ദുനിയാവിൽ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ലാഹ് നമ്മൾ പുതിയ ജുസിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് നൂറായിരുന്നു പറഞ്ഞിരുന്നത്. സൂറത്ത് നൂറ് 17ാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് നൂറായിരുന്നു പറഞ്ഞിരുന്നത്. ഇനിയുള്ളത് സൂറത്തുൽ ഫുർഖാൻ ആണുള്ളത്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാസത്യ വിവേചനം എന്നുള്ളതാണ് ഫുർഖാന്. ഖുർആന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഫുർഖാൻ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫുർഖാന് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഓക്കെ. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ നാളെ ആൻസറുമായിട്ട് വരണം. എത്ര മക്കി സൂറത്തുകളുണ്ട്, എത്ര മദനി സൂറത്തുകളുണ്ട് എന്നുള്ളത്. ഓക്കെ. എത്ര മക്കി സൂറത്തുകളുണ്ട്, എത്ര മദനി സൂറത്തുകളുണ്ട് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിക്കാൻ മാം വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇടാത്ത ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. 2 ദിവസം ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇന്നോ നാളെ ആയിട്ട് ഇടാൻ തുടങ്ങും കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇടുമ്പോ ഒന്നും കൂടി ഒന്ന് മനസ്സിലിരിക്കും. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാവരും ക്ലാസ്സുകളൊക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. കാരണം ഈ കിട്ടിയ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്ലീസിന്റെ ഷർറില്ലാത്തൊരു സമയങ്ങളാണ് റമദാനിലെ ഈ ദിവസങ്ങൾ മുഴുവനും. അപ്പൊ ഇതിലും നമുക്ക് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ, ഇതിനും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഇബ്ലീസിന്റെ കൂടെയുള്ള ജീവിതകാലം എന്തായിരിക്കും? റമദാൻ മാസം ഇബ്ലീസിന്റെ ഷർറ്, പുറത്തുനിന്നുള്ള ഇബ്ലീസിന്റെ ഷർറുകൾ ഉണ്ടാവാത്ത മാസമാണ് റമദാൻ മാസം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഷർറ് മാത്രമേ ഈ റമദാൻ മാസത്തില് നമ്മളെ ബാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഭാഗമാവാത്ത ആളുകൾ, ഇതുമായിട്ട് ബന്ധം വരാത്ത ആളുകൾ, ഇത്രയൊക്കെ ക്ലാസ്സുകളും ഇത്രയൊക്കെ പിന്നെ ഖുർആന്റെ ഗ്രൂപ്പുകളൊക്കെ കിട്ടിയിട്ടും മാറാൻ കഴിയാത്ത ആളുകൾ അവരവരുടെ ഉള്ളിലാണ് ഇബ്ലീസ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇത് പിന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു ഒരു സമയമായി ആവാൻ ദുആ ചെയ്യുന്നു. കാരണം ഇതിലും മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്നാണ് മാറാൻ പറ്റുക? റമദാൻ മാസത്തിൽ മാറാൻ കഴിയാത്തവർക്ക് ഇനി എന്നാ മാറാൻ പറ്റുക? ഒരു റമദാൻ കിട്ടിയിട്ടും അവന് അവന് പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത്രയും കഠിനമാണ് റമദാൻ മാസം കിട്ടിയിട്ടും അവനക്ക് പാപമോചനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാവിലും ഓരോ പകലിലും എന്റെ അടിമകളെ നിങ്ങൾക്ക് ഞാൻ പാപമോചനത്തിന് തുറന്നു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് ഇബ്ലീസിനെ കെട്ടിയിടപ്പെട്ടതാണ് റമദാൻ മാസം. എന്തിനാണ് ഇതൊക്കെ അള്ളാഹ് എന്തിനാ ചെയ്തത്? നമ്മളെ അങ്ങനെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മള് എല്ലാ സമയത്തും നമ്മള് കംപ്ലൈന്റ് പറയൽ എന്താ? ഇബ്ലീസിന്റെ ഷർറ് കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്ന് ഉറങ്ങി പോകുകയാണെങ്കിൽ നമ്മൾ പറയും ഇബ്ലീസിന്റെ ഷർറ് കൊണ്ടാണ്. നമ്മള് ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഷർറ് കൊണ്ടാണ്. നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ ഇബ്ലീസിന്റെ ഷർറ്. ഒക്കെ തന്നെ നമ്മൾ ഇബ്ലീസിനെ പഴി പറയൂ അല്ലേ? പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ റമദാൻ മാസം കിട്ടിയിട്ട് നമുക്ക് അതിൽ മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് കാരണമാണ് നമ്മൾ ദുനിയാവിൽ പറയാൻ പോകുന്നത്? നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ എന്ത് കാരണമാണ് ഈ ഒരു മാസത്തിൽ എന്താ പറയാൻ പോകുന്നത്? ബാക്കി എല്ലാ മാസവും അവിടെ നിൽക്കട്ടെ, എല്ലാ മാസത്തിലും ഇബ്ലീസിന്റെ ഷർറ് പുറത്തുനിന്ന് വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഫിത്നകൾ നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാം. പക്ഷെ റമദാൻ മാസത്തില് എല്ലാതും ഒരു പിന്നെ സമാധാനത്തിന്റെ സ്റ്റേറ്റിലാവുന്ന മാസമാണ് അല്ലെ? നമുക്ക് തന്നെ അറിയാം, ആകാശവും ഭൂമിയും ഒക്കെ, നമുക്ക് ഭൂമിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, രാത്രികളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം നിറഞ്ഞൊരു സമയമാണ് റമദാൻ മാസത്തിൽ നമുക്ക് കാണാം അല്ലെ? പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ശാന്തതയാണ്,
ഒരു ഭയമില്ല നമുക്ക് രാത്രികളിൽ പുറത്തിറങ്ങി നടക്കാന്. എല്ലാത്തിനും ഒരു എവിടെയോ ഒരു അദൃശ്യമായിട്ട് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഫീലാണ് റമദാൻ മാസം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും നല്ല റഹ്മത്തായ മാസത്തില്, ഇത്രയും ബറക്കത്തിറങ്ങിയ മാസത്തില്, ഇത്രയും അറിവുകള് ഓരോ ഗ്രൂപ്പുകളിലും, ഇതില് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലും ഇസ്ലാമിനെ കുറിച്ചിട്ടും ദീനിനെ കുറിച്ചിട്ടും ഖുർആനെ കുറിച്ചിട്ടും ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇതിൽ നിന്ന് ഒന്നൊരു പാഠം ഉൾക്കൊണ്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ന്? അതാണ് ചോദിക്കുന്നത്. ഇനി എന്ന് മാറും? ഇനി എന്നാണ് നമുക്ക് മാറാൻ പറ്റുക? സുബ്ഹാനല്ലാ, ഇതിലും ഇനി ഇനി അള്ള എന്ത് ഇറക്കി തന്നാലാണ് നമ്മൾ മാറുക? അതാണ് ചോദ്യം. ഇനി എന്ത് നമുക്ക് നൽകിയാൽ നമുക്ക് മാറാൻ കഴിയും? ഉത്തരവില്ല. ഉത്തരവില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല ഞാൻ തെറ്റിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ അങ്ങോട്ട്, ഞാൻ തെറ്റിൽ തന്നെയാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മള് സമ്മതിച്ച് പറയുന്നത് പോലെയാണ് റമദാൻ മാസത്തിലെ നമ്മുടെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് പറഞ്ഞത് ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം അതാണ്. റമദാൻ മാസം കിട്ടിയിട്ടും അവന് പാപമോചനം കിട്ടാത്തവന് നാശമാണ്. അതിന് ആമീൻ പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞത്. അതായത് റസൂൽ ആമീൻ പറഞ്ഞു കഴിഞ്ഞാല് അത് സ്ഥിരപ്പെട്ടു എന്നാണ്. അപ്പൊ അത് അത് ലോകം മുഴുവനും എന്നും നിലനിൽക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ നഫ്സിലേക്ക് നോക്കുക. എനിക്ക് പാപമോചനം ലഭിക്കുന്നില്ലേ എന്നുള്ളത്. പാപമോചനം ലഭിക്കണം നമുക്ക്. അതിനുവേണ്ടി നല്ലതുപോലെ ദുആ ചെയ്യണം. സുജൂദുകളിൽ എല്ലാ സുജൂദിലും അള്ളാഹിനോട് ചോദിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ചോദിച്ചുകൊണ്ടേയിരിക്കണം. റമദാൻ മാസത്തിലെ ഒരു സുജൂദിൽ പോലും അള്ളാഹിനോട് പാപമോചനം ചോദിക്കാത്തൊരു ദിവസം, ഒരു സുജൂദ് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്തിനാണത്? പാപമോചനത്തിന് വേണ്ടിയിട്ടാണ്. പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാപമോചനം കിട്ടിയേ മതിയാവും. അത് നമ്മൾ നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങിക്കണം. പാപമോചനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം റമദാൻ മാസം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് പാപമോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് കാണാൻ തുടങ്ങും. ഡേ 1 മുതൽ കാണാൻ തുടങ്ങും. അത് നമുക്ക് പാപമോചനം ലഭിച്ചു എന്നതിന്റെ അടയാളം. ഇത് നമ്മള് എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് ഒരു റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റമദാൻ ആകുമ്പോഴത്തേന് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ആ റമദാൻ കിട്ടിയിട്ടില്ല, റമദാൻ അനുഭവിച്ചിട്ടില്ല. അവന് കുറേ നോമ്പ് നോറ്റ്, കുറേ നിസ്കരിച്ചു ഒക്കെ ചെയ്തു, പാപമോചനം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ അവന്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലൊരു മാറ്റം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും അവനവന്റെ നഫ്സിൽക്ക് നോക്കുക. മറ്റൊരാളെ നോക്കാനുള്ള ഒരു സമയമല്ല റമദാൻ മാസം. ഒരാളെയും നോക്കാനോ വെയിറ്റ് ചെയ്യാനോ ഉള്ള സമയമല്ല റമദാൻ മാസം. യാ നഫ്സി, എന്റെ നഫ്സ്. കാരണം എനിക്ക് പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നശിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം പോലും നമുക്ക് വെറുതെ ഇരിക്കാനും പറ്റില്ല, വെറുതെ കിടന്നുറങ്ങാനും പറ്റില്ല. വെറുതെ നശിപ്പിക്കാൻ ഒരു സമയം പോലും നമുക്ക് റമദാൻ മാസമില്ല. അത് ഏത് തരത്തിലാണെങ്കിലും, പകലുകളിൽ ജോലിയിലാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ അത്രയും നമ്മൾ എന്താവണം, നമ്മൾ അതില് സത്യസന്ധരായിരിക്കണം. കാരണം റമദാൻ മാസത്തില് ഒരു തിന്മ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അത് ഏത് രീതിയിലാണ്, നമ്മുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഇണകളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും, നമ്മുടെ മക്കളെ മുമ്പിലാണെന്നുണ്ടെങ്കിലും, എവിടെയാണെങ്കിലും നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പൊക്കപ്പോഴേ നമ്മൾ തിരുത്തി പോയിക്കൊള്ളണം. തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് പോകണം. കാരണം ഒരു രാവ് പോലും വിട്ടുകിടക്കാൻ പറ്റില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാതെ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തിരുനോട്ടം എനിക്ക് വരാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളാണ് അതിനെ തടയുന്നതെന്നുണ്ടെങ്കിൽ ആ ജനങ്ങളടുത്ത് നിർബന്ധമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പാപമോചനം തേടണം. അവരോട് നമ്മളെ തെറ്റുകൾ പൊറുത്തു തരാൻ പറയണം. നമ്മളടുത്ത് എല്ലാ തെറ്റുന്നുണ്ടെങ്കിലും പൊരുത്തപ്പെടിക്കണം. അത് അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ദിവസങ്ങള്
ഇതാന്ന് പറഞ്ഞു പോവും. ഇപ്പൊ തന്നെ 8 ദിവസങ്ങളായി കഴിഞ്ഞു. ഇനി എങ്ങോട്ട്? ഇനി എത്ര ദിവസമുണ്ട്? ദിവസങ്ങൾ കടന്നുകൊണ്ടേ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സമയത്തെ പിടിച്ചു വെക്കാനും പറ്റില്ല. നമുക്ക് നമ്മളെ നഫ്സിനെ പിടിച്ചു വെക്കാൻ പറ്റും. നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് സൂറത്തുൽ ഫുർഖാനിലാണ്. 77 ആയത്തുകളാണ് സൂറത്തുൽ ഫുർഖാനിലുള്ളത്. സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയുന്നത് തന്നെ ഖുർആനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കരമായിട്ടുള്ള പരിഹാസങ്ങളും ഒക്കെ ജനങ്ങളിൽ നിന്ന് വന്നു തുടങ്ങിയപ്പോൾ സൂറത്തുൽ യാസീൻ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സത്യാസത്യ വിവേചനം, അതാണ് പരിശുദ്ധ ഖുർആന്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു ഇതിലെ സൂറത്തില് ഏറ്റവും കൂടുതൽ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഈ സൂറത്തിലുള്ളത്. ഓക്കെ, ഇതില് സത്യനിഷേധികള് പ്രവാചകനും ഇസ്ലാമിനെതിരെ ഉപയോഗിച്ചിരുന്ന എല്ലാ ഇതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാണ്. അപ്പം ഇത് ജനങ്ങളോട് പറയുന്ന, അതായത് റസൂലിനോട് പിന്നെ എതിർത്ത് നിന്നിരുന്നവർക്ക് കൊടുക്കുന്ന ആൻസർ ആണ് ഇത് മുഴുവൻ. ഓക്കെ, ഇബാദുർ റഹ്മാനെ കുറിച്ചുള്ള ആയത്ത് കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇബാദുർ റഹ്മാൻ ആരാണ്? സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ ആരൊക്കെയാണ്? അള്ളാഹുവിന്റെ അബദുകൾ, അതാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇതിന്റെ അവസാനത്തിൽ പറയുന്നത്. ഇത് മാത്രമായിട്ട് പറയാൻ വേണ്ടിയിട്ട് കിതാബുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ്? സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്രയും പ്രധാനപ്പെട്ട പുരുഷയാക്കപ്പെട്ട സൂറത്താണിത്. അപ്പം ഇത് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തന്റെ ദാസന്റെ മേൽ സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണം അഥവാ ഖുർആൻ അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനാകുന്നു. അദ്ദേഹം റസൂൽ ലോകർക്ക് ഒരു താക്കീതുകാരനായിരിക്കുന്നതിന് വേണ്ടി എത്രയത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവനത്രേ അത് അവതരിപ്പിച്ചവൻ. അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടുമില്ല. ഓരോ വസ്തുവെയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. അവർ ദൈവങ്ങൾ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുകയാകുന്നു. തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർ അധീനപ്പെടുത്തുന്നുമില്ല. മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നുമില്ല. സത്യനിഷേധികൾ പറഞ്ഞു, ഇത് ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു. വേറെ ചില ആളുകൾ അവനെ അതിന് സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തി നിൽക്കുന്നത്. ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. അവൻ അത് എഴുതി വച്ചിരിക്കുന്നു, എന്നിട്ട് അത് രാവിലെയും വൈകുന്നേരം അവൻ വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്നും അവർ പറയുന്നു. നബിയെ പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രഹസ്യം അറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അവർ പറയുന്ന, ഈ ദൂതൻ എന്താണ് ഇങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ടൊരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി കൊടുക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇട്ടുകൊടുക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ ഇയാൾക്ക് കായ്ക്കനികളിൽ ഒരിടത്ത് തിന്നാൻ പാകത്തിൽ ഒരു തോട്ടമുണ്ടാകുന്നില്ല? റസൂലിനെ പറ്റി അക്രമികൾ പറഞ്ഞു, മാരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. അവർ നിന്നെക്കുറിച്ച് എങ്ങനെയാണ് ചിത്രീകരണങ്ങൾ നടത്തിയതെന്ന് നോക്കൂ. അങ്ങനെ അവർ പിഴച്ചു പോയിരിക്കുന്നു. അതിനാൽ യാതൊരു മാർഗവും കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയില്ല. താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അതിനേക്കാൾ ഉത്തമമായത്, അഥവാ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന തോപ്പുകൾ നിനക്ക് നൽകുവാനും നിനക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി തരുവാനും കഴിവുള്ളവനാരോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അല്ല, അന്ത്യസമയത്തെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. അന്ത്യസമയത്തെ നിഷേധിച്ച് തള്ളിയവർക്ക് കത്തിച്ചൊലിക്കുന്ന നരകം നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ദൂരസ്ഥലത്ത് നിന്ന് തന്നെ അത് അവരെ കാണുമ്പോൾ ക്ഷോഭിച്ചിളകുന്നതും ഇരമ്പുന്നതും അവർക്ക് കേൾക്കാവുന്നതാണ്. അതിൽ നരകത്തിൽ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവരെ കിട്ടാൽ അവിടെ വെച്ച് അവർ നാശമേ എന്ന് വിളിച്ചു കേഴുന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല, ധാരാളം നാശത്തെ വിളിച്ചുകൊള്ളുക എന്നായിരിക്കും അവർക്ക് കിട്ടുന്ന മറുപടി.
നബിയെ പറയുക, അതാണോ ഉത്തമം? അതല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ശാശ്വത സ്വർഗമാണോ? അതായിരിക്കും അവർക്കുള്ള പ്രതിഫലവും ചെന്ന് ചേരാനുള്ള സ്ഥലവും. തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അവർ നിത്യവാസികളായിരിക്കും. അത് തന്റെ രക്ഷിതാവ് ബാധ്യതയുള്ള വാഗ്ദാനമാകുന്നു, ചോദിക്കപ്പെടാവുന്നതുമാകുന്നു. അവരെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയെയും അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. എന്നിട്ട് അവൻ ആദ്യരോട് പറയും, എന്റെ ഈ ദാസന്മാരെ നിങ്ങൾ വഴിപഴപ്പിച്ചതാണോ? അതല്ല അവർ തന്നെ വഴിതെറ്റിപ്പോയതാണോ? അവർ ആരാധകർ പറയും, നീ എത്ര പരിശുദ്ധൻ, നിനക്ക് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. പക്ഷെ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ സൗഖ്യം നൽകി അങ്ങനെ അവർ ഉദ്ബോധനം മറന്നു കളയുകയും നശിച്ചൊരു ജനതയായി തീരുകയും ചെയ്തു. അപ്പോൾ ബഹുദൈവ ആരാധകരോട് അള്ളാഹു പറയും, നിങ്ങൾ പറയുന്നതിൽ അവർ നിങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി ശിക്ഷ തിരിച്ചുവിടാനോ വല്ല സഹായം നേടാനോ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. അതിനാൽ മനുഷ്യരെ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരാരോ അവന് നാം ഗുരുതരമായ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നിനക്ക് മുമ്പ് ദൂതന്മാരിൽ ആരെയും നാം അയക്കുകയുണ്ടായിട്ടില്ല. നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് നോക്കാനായി നിങ്ങളിൽ ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. നിന്റെ രക്ഷിതാവ് എല്ലാം കണ്ടറിയുന്നവനാകുന്നു. നമ്മെ കണ്ടുമുട്ടാൻ ആശിക്കാത്തവർ പറഞ്ഞു, നമ്മുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടുകയോ നമ്മുടെ രക്ഷിതാവിനെ നാം നേരിൽ കാണുകയോ ചെയ്യാത്ത എന്താണ്? തീർച്ചയായും അവർ സ്വയം ഗർവ്വനടിക്കുകയും വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്തിരിക്കുന്നു. മലക്കുകളെ അവർ കാണുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. അന്നേ ദിവസം കുറ്റവാളികൾക്ക് യാതൊരു സന്തോഷ വാർത്തയുമില്ല. കർക്കശമായ വിലക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നായിരിക്കും അവർ മലക്കുകൾ പറയുക. അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും നാം അതിനെ ചിതറിയ ധൂളി പോലെ ആക്കി തീർക്കുകയും ചെയ്യും. അന്ന് സ്വർഗവാസികൾ ഉത്തമമായ വാസസ്ഥലവും ഏറ്റവും നല്ല വിശ്രമസ്ഥലവും ഉള്ളവരായിരിക്കും. ആകാശം പൊട്ടിപ്പിളർന്ന് വെൺമേഘപടലം പുറത്തു വരികയും മലക്കുകൾ ശക്തിയായി ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. അന്ന് യഥാർത്ഥമായ ആധിപത്യം പരമകാരുണികനായിരിക്കും. സത്യനിഷേധികൾക്ക് വിഷമകരമായ ഒരു ദിവസമായിരിക്കും അത്. അക്രമം ചെയ്തവൻ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, റസൂലിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്റെ കഷ്ടമേ, ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എനിക്ക് ബോധനം വന്നു കിട്ടിയതിനു ശേഷം അതിന് നിന്നവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞുവല്ലോ. പിശാച് മനുഷ്യനെ കൈവിട്ടു കളയുന്നവനാകുന്നു. അന്ന് റസൂൽ പറയും, എന്റെ രക്ഷിതാവെ, തീർച്ചയായും എന്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്രകാരം തന്നെ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാർഗദർശകനായും സഹായിയായും നിന്റെ രക്ഷിതാവ് തന്നെ മതി. സത്യനിഷേധികൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഖുർആൻ ഒറ്റത്തവണയായി ഇറക്കപ്പെടാത്ത എന്താണ്? അത് അപ്രകാരം ഘട്ടങ്ങളായി അവതരിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാകുന്നു. ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഏതൊരു പ്രശ്നവും കൊണ്ട് നിന്റെ അടുത്ത് വരികയാണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യവും ഏറ്റവും നല്ല വിവരണവും നിനക്ക് നാം കൊണ്ടുവന്ന് തരാതിരിക്കില്ല. മുഖങ്ങൾ നിലത്ത് കുത്തിയ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചു കൂട്ടപ്പെടുന്നവരാരോ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവരും ഏറ്റവും പിഴച്ചുപോയവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ജനങ്ങള് 3 തരക്കാരായി ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരു തരക്കാർ കാൽനടക്കാരായി, മറ്റൊരു തരക്കാർ വാഹനപ്പുറത്തായി, വേറൊരു തരക്കാർ മുഖം കുത്തിയവരായിട്ട് വരും എന്നാണ്. അതായത് നടന്നിട്ട് വരും, വാഹനപ്പുറത്ത് വരും, ചില ആളുകള് മുഖം കുത്തിയ നിലയിലായിരിക്കും നടന്നു വരിക എന്ന്. റസൂലെ, എങ്ങനെയാണ് മുഖങ്ങളിൽ നടക്കുക എന്ന്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരെ അവരുടെ കാലുകളിൽ നടത്തിയവൻ നിശ്ചയമായും അവരുടെ മുഖങ്ങളിൽ നടത്തുവാനും കഴിവുള്ളവനാണ്. എന്നാൽ അറിഞ്ഞേക്കുക, അങ്ങനെ മുഖം കുത്തി നടക്കുമ്പോൾ എല്ലാ കല്ലും മുള്ളും അവർ തങ്ങളുടെ മുഖം കൊണ്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്. ഇത് തിർമിദിയിൽ വന്ന ഹദീസാണ്. അതായത് കാലുകൾ കൊണ്ട് നടക്കാൻ കഴിവ് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖം കൊണ്ട് നടക്കാൻ അന്ന് വിധിക്കും എന്നുള്ളതാണ്. ആ മുഖം കൊണ്ട് നടക്കുമ്പം കല്ലിലും മുള്ളിലും കുത്തി കുത്തിയായിരിക്കും മുഖം
കുത്തിയായിട്ട് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാക്കട്ടെ. നമുക്കൊക്കെ വാഹനങ്ങളിൽ പോകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറൊരു ഹദീസിലുള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അവിശ്വാസിയെ അവന്റെ മുഖത്തിന്മേലായി ഒരുമിച്ച് കൂട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹലോകത്തിൽ അവന് രണ്ട് കാലിൽ നടത്തിയിട്ടുള്ളവൻ ഖിയാമത്ത് നാളിൽ അവനെ അവന്റെ മുഖത്തിനുമേൽ നടത്തുവാൻ കഴിവുള്ളവനല്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. അതായത് എങ്ങനെയാണ് റസൂലെ ഇങ്ങനെ മുഖം കൊണ്ട് നടക്കുക എന്ന് ചോദിക്കുകയാണ് സഹാബികള്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാലുകൊണ്ട് നടത്താൻ കഴിവുള്ളവന് എന്തുകൊണ്ട് മുഖം കൊണ്ടും കൂടി നടത്തിച്ചൂടാ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ലോകത്തിൽ കാലിന്മേൽ നടത്തി എന്നും ഖിയാമത്ത് നാളിൽ മുഖത്തിന്മേൽ നടത്തുവാൻ എന്നും ഈ ഹദീസിൽ പ്രയോഗിച്ചതിന് അതാണെന്ന് പറയും. സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് കൊണ്ട് പറയുന്നത്. അതിനുശേഷം 35-ാമത്തെ ആയത്ത്, മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെ അദ്ദേഹത്തോടൊപ്പം നാം സഹായിയായി നിശ്ചയിക്കുകയും ചെയ്തു. എന്നിട്ട് നാം പറഞ്ഞു, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞ ജനതയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുക. തുടർന്ന് നാം ആ ജനതയെ പാടെ തകർത്തു കളഞ്ഞു. നൂഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചു. അവർ ദൂതന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ നാം അവരെ മുക്കി നശിപ്പിച്ചു. അവരെ നാം മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. അക്രമികൾക്ക് പരലോകത്ത് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തു. ആദ് സമുദായത്തെയും സമൂത് സമുദായത്തെയും റസ്സുകാരെയും അതിനിടയിലുള്ള അനേകം തലമുറകളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നാം ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തു. അത് തള്ളിക്കളഞ്ഞപ്പോൾ എല്ലാവരെയും നാം നിശേഷം നശിപ്പിച്ചു കളയുകയും ചെയ്തു. ആ ചീത്തമഴ വർഷിപ്പിക്കപ്പെട്ട നാട്ടിലൂടെ ഇവർ കടന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരത് കണ്ടിരുന്നില്ലേ? അല്ല, ഇവർ ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കാത്തവരാകുന്നു. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെയാണ് ഈ പറയുന്നത്. അഗ്നി കൊണ്ടായിരുന്നു അവിടെ ചരൽമഴ വീണത് എന്നാണ്. എന്നിട്ട് അതാണ് ഇന്ന് നാം കാണുന്ന ചാവ് കടത്തൊക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ കാരണം അന്നത്തെ ഖുറൈശി സമൂഹം യാത്രക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ യാത്ര ചെയ്യുമ്പം അവർ ആ രാജ്യത്ത് കൂടി നടന്നു പോയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആ രാജ്യം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്മേൽ മറിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നിന്നെ അവർ കാണുമ്പോൾ നിന്നെ ഒരു പരിഹാസപാത്രമാക്കിക്കൊണ്ട് അള്ളാഹു ദൂതനായി നിയോഗിച്ചിരിക്കുന്നത് ഇവനെയാണോ എന്ന് ചോദിക്കുക മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായിട്ടുള്ള ഒരു ആളാണ്. അതുപോലെ തന്നെ സമ്പത്തും ഇതൊന്നുമില്ല. ഖുറൈശി സമൂഹത്തിന്റെ പോലെ തന്നെ പ്രതാപങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധാരണക്കാരനായ ഇയാളെയാണോ നബിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്നുള്ള പരിഹാസമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. നമ്മുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നാം ക്ഷമയോടെ ഉറച്ചു നിന്നിട്ടില്ലായിരുന്നെങ്കിൽ അവയിൽ നിന്ന് ഇവൻ നമ്മെ തെറ്റിച്ചു കളയാൻ ഇടയാകുമായിരുന്നു എന്നും അവർ പറഞ്ഞു. ശിക്ഷ അവർ നേരിൽ കാണുന്ന സമയത്ത് അവർക്കറിയാമാറാകും ആരാണ് ഏറ്റവും വഴിപഴച്ചവൻ എന്ന്. തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുവോ? എന്നിരിക്കെ നീ അവന്റെ കാര്യത്തിൽ ചുമതലപ്പെട്ടവനാകുമോ? അതല്ല, അവരിൽ അധിക പേരും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവർ കന്നുകാലികളെ പോലെ മാത്രമാകുന്നു, അല്ല, അവർ ആകുന്നു കൂടുതൽ വഴിപഴച്ചവർ. നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ല എങ്ങനെയാണ് അവൻ നിഴലിനെ നീട്ടിയത് എന്ന്? അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ അവൻ നിശ്ചലമാക്കുമായിരുന്നു. എന്നിട്ട് നാം സൂര്യനെ അതിനെ തെളിവാക്കി. നമ്മുടെ നിഴലുകളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് നമുക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടാണെന്ന്. കാരണം അതുപോലും ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കുകയല്ല അല്ലെ, അതുപോലും എന്താവുന്നുണ്ട്, അതിന് പോലും സ്ഥാനചലനം സംഭവിക്കുന്നുണ്ട്, അതിന് പോലും വലിപ്പച്ചെറുപ്പം ഉണ്ടാവുന്നുണ്ട്. ഇതൊന്നും ഒരു മനുഷ്യനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സൂര്യനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ നിഴലിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതൊക്കെ സൂര്യന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ പോലും നിയന്ത്രണം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ നിഴലിന്റെ നിയന്ത്രണം പോലും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് നമ്മുടെ അടുത്തേക്ക് നാം അതിനെ അല്പാൽപമായി പിടിച്ചെടുത്തു. അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമമാക്കി തന്നവൻ. പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ സന്തോഷ സൂചകമായി കാറ്റുകളെ അയച്ചതും അവനത്രേ. ആകാശത്തു നിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. നിർജീവമായ നാടിന് അത് മുഖേന നാം ജീവൻ നൽകുവാനും
നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി അവർ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതിനായി അത് മഴവെള്ളം അവർക്കിടയിൽ നാം വിതരണം ചെയ്തിരിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നന്ദികേട് കാണിക്കുവാനല്ലാതെ മനസ്സ് വന്നില്ല. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ നാട്ടിലും ഓരോ താക്കീതുകാരനെ നാം നിയോഗിക്കുമായിരുന്നു. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിച്ചു പോകരുത്. ഈ ഖുർആൻ കൊണ്ട് നീ അവരോട് വലിയൊരു സമരം നടത്തിക്കൊള്ളുക. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തമായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കായലും കടലും കൂടിച്ചേരുന്ന സ്ഥലം, അതാണ് എന്ത് രണ്ട് രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ശക്തമായ മറ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകൂല. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് അധികം കാണാറുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ യാത്ര ചെയ്ത് കാണുന്നവരാണ് നമ്മളൊക്കെ. കടൽ വെള്ളവും പിന്നെ ശുദ്ധജലവും തമ്മിൽ ഒരിക്കലും ചേരാറുമില്ല. അതിൻ്റെ ഇടയില് നമ്മൾക്കറിയാത്തൊരു അദൃശ്യമായൊരു ശക്തി അവിടെ ഉണ്ട് താനും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചേരാതിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിധാനിച്ചിട്ടുള്ളത്. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു. അല്ലെ, നമ്മളിതൊക്കെ ഒരു ബീജത്തുള്ളി അല്ലെ, അത് വെള്ളത്തിലുള്ള ഒരു തുള്ളിയാണ് അല്ലെ. അതിൽ നിന്നാണ് ഈ മനുഷ്യ സമൂഹങ്ങൾ മുഴുവനും ഉണ്ടായി മാറുന്നത്. ആ ഒരു വെള്ളത്തുള്ളിന്റെ തന്നെ അതിൻ്റെത് പോലും അത്ഭുതമാണ്. കാരണം അതിന്റെ ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് കൊണ്ട് മാത്രമാണ് അതിന് യാത്ര ചെയ്ത് സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് അതിനെത്താൻ പറ്റുന്നത്. അതിന് ഒരു ശക്തിയുണ്ട്. കുട്ടികളില്ലാതിരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിനൊക്കെ പോയാൽ മനസ്സിലാവും. അതിന്റെ ആ ഒരു ശക്തി, ഒരു ചെറിയ ശക്തിയാണത്. ആ ശക്തിന്റെ ഒരു 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 സെക്കൻഡിന്റെ ഒരു കുറവ് കൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഗർഭപാത്രത്തിലേക്ക് എത്താൻ മാത്രം അതിന്റെ ആ ഒരു തുള്ളിക്ക് അതിന് ശക്തി കുറഞ്ഞു കഴിഞ്ഞാല് ഗർഭപാത്രത്തിലേക്ക് അത് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം അത്രയും നേർത്തൊരു ഒരു സെക്കൻഡ് കൊണ്ടിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കുഞ്ഞുങ്ങളെ നൽകിയതും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഗർഭപാത്രത്തിലേക്ക് ആ ബീജത്തിന് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകിയതൊക്കെ. അതിന് പോലും ശക്തിയില്ലാത്തവനാണ് മനുഷ്യൻ എന്നാണ്. അതിന് പോലും അത്ര ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം. അത് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ അതിനുവേണ്ടി ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയുന്നത്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിന് പോലും നമുക്ക് യാതൊരു തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവ് നൽകിയിട്ടില്ല എന്നാണ്. എല്ലാതും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് നമുക്കൊക്കെ മക്കളുണ്ടായിട്ടുള്ളത്. അതില്ലാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മള് എത്രത്തോളം ശുക്ർ ചെയ്യേണ്ട മനുഷ്യനാണത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും ബീജത്തുള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയ മനുഷ്യന് ആ ബീജത്തുള്ളിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഴിവൊന്നല്ല മക്കൾ ഉണ്ടാവുന്നത്, ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. അത്രയേ ഉള്ളൂ, അത്രയേ മനുഷ്യനുള്ളൂ. വെറും വിഡ്ഢിയായിട്ടുള്ളവനാണ് മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യനാണ് അഹങ്കാരം കാണിക്കുന്നത്. എനിക്ക് അതുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് അത്രയുണ്ട്, എനിക്ക് ഇത്രയുണ്ട്. മക്കളെ കൊണ്ട് പിന്നെ അഭിമാനം കൊള്ളുന്ന മനുഷ്യന്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്നാണ്. അതായത് മാവിന്റെ പൂവ് അതുപോലെയാണ് മനുഷ്യൻക്ക് മക്കളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചാൽ മാത്രം കിട്ടുന്നവരാണ് അവർ. അല്ലാതെ നമ്മുടെ ഒരു കഴിവും ഒരാളിലും നമുക്കില്ല. നമുക്ക് ഒരാളെയും നിയന്ത്രിക്കാനുള്ള കഴിവില്ല, നമുക്ക് ഒരാളെയും തള്ളിക്കളയാനുള്ള കഴിവില്ല. റബ്ബ് നിശ്ചയിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും വിനയത്തോട് കൂടിയിട്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു.
അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപകാരമുണ്ടാക്കി ഉപദ്രവമുണ്ടാക്കി ചെയ്യാത്തതിനെ അവൻ ആരാധിക്കുന്നു. സത്യനിഷേധി തന്റെ രക്ഷിതാവിനെതിരെ ദുശക്തികൾക്ക് പിന്തുണ നൽകുന്നവനായിരിക്കുന്നു. നബിയെ, ഒരു സന്തോഷവാർത്തക്കാരനായിക്കൊണ്ടും താക്കീതുകാരനായിക്കൊണ്ടുമല്ലാതെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. പറയുക, ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വല്ലവനും തന്റെ രക്ഷിതാവിങ്കിലേക്കുള്ള മാർഗം സ്വീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് മാത്രം. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക, അവനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. നിന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞനായിട്ടുള്ളവന് അവൻ തന്നെ മതി. തന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനായിട്ട് അവൻ തന്നെ മതി. നമ്മുടെ എല്ലാ പാപങ്ങളും റബ്ബിനെ അറിയാം. റബ്ബ് അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ റബ്ബ് കണ്ടിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് മനുഷ്യന് അഹങ്കാരം കാണിക്കുന്നത് എന്നാണ്. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചവനത്രേ അവൻ. എന്നിട്ട് അവൻ സിംഹാസനസ്ഥായിരിക്കുന്നു. പരമകാരുണികനത്രേ അവൻ. ആകയാൽ ഇതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനോട് തന്നെ ചോദിക്കുക. ഇവിടെ ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും 6 ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മനുഷ്യന് ചിന്തിക്കുന്ന 1000 വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 ദിവസങ്ങളായിക്കൊണ്ട് ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 6 ദിവസമായിരിക്കണോ അതോ മനുഷ്യന് ചിന്തിക്കുന്ന 6 ദിവസമാണോ എന്നുള്ള അല്ലാഹു ആലം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിലുള്ള 6 ദിവസമാണെങ്കിൽ 6000 വർഷങ്ങളോളം എടുത്തിട്ടാണ് ഈ ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളത് സൃഷ്ടിച്ചത് അല്ലെ. എന്നാല് മനുഷ്യന്റെ കണക്കിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ദിവസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എന്താണ്, ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടിക്കാൻ. ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. മനുഷ്യന് ചിന്തിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തയ്ക്കും അപ്പുറത്ത് നിൽക്കുന്ന സമയത്തിനുള്ളിൽ ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞു. 2 തരത്തിലാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളത്. ചുരുങ്ങിയത് ചിന്തിച്ചാലും അതല്ല വലിയ രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും 2 തരത്തിലും നമ്മുടെ നിയന്ത്രണത്തിനും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തായിരുന്നു ആ സൃഷ്ടിപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, അവന് സിംഹാസനസ്ഥനായി എന്നാണ്, അർശില് ആരോഹണം ചെയ്തു എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഭൂമിയിലെ നമ്മളെ മാസത്തിന് 12 മാസമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അപ്പം ഏത് രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് 6 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമായിട്ട് തന്നെയാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഒക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിനയവും എന്താ പറയാ, നമ്മളെ ആ ഒരു താഴ്മയുടെ ഒരു ലാസ്റ്റ് മൊമെന്റ് ഉണ്ടല്ലോ, നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ അറിയുന്ന ഒരു സമയം. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നുമല്ല എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്ന ഒരു സമയമാണ് ഇതൊക്കെ. അപ്പം നമ്മളുടെ ഈ അഹങ്കാരം, അഹംഭാവം, നമ്മുടെ ചിന്തകള്, ഞാനെന്ന ഭാവം, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ നല്ല അടിമകളാവാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരമകാരുണികന് നിങ്ങൾ പ്രണാമം ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, എന്താണ് ഈ പരമകാരുണികൻ? നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതിന് ഞങ്ങൾ പ്രണാമം ചെയ്യുകയോ? അങ്ങനെ അത് അവരുടെ അകൽച്ച വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു. അവിടെ അവൻ ഒരു വിളക്കും സൂര്യനും വെളിച്ചം നൽകുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയും നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തമായിരിക്കുവാനാണത്. പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരും അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ സമാധാനപരമായി മറുപടി നൽകുന്നവരുമാകുന്നു. തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരുമാകുന്നു അവർ.
ഇപ്രകാരം പറയുന്നവരുമാകുന്നു അവർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും അത് നരകം ചീത്തയായ താവളം പാർപ്പിടവും തന്നെയാകുന്നു. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അള്ളാഹുവോടൊപ്പം വേറെ ഒരു ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരും അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിച്ചു കളയാത്തവരും വ്യഭിചരിക്കാത്തവരുമാകുന്നു അവർ. ആ കാര്യങ്ങൾ വല്ലവനും ചെയ്യുന്ന പക്ഷം അവൻ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും നിന്ദ്യനായി കൊണ്ട് അവൻ അതിൽ എന്നെന്നും കഴിച്ചു കൂട്ടുകയും ചെയ്യും. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അത്തരക്കാർക്ക് അള്ളാഹു അവരുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിരിക്കുന്നു. വല്ലവനും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിലേക്ക് ശരിയായ നിലയിൽ മടങ്ങുകയാണ് അവർ ചെയ്യുന്നത്. വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടത്തുന്നിടത്തുകൂടി പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ. തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ബധിരരും അന്ധരുമായിക്കൊണ്ട് അതിന്മേൽ ചാടി വീഴാത്തവരുമാകുന്നു അവർ. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരുമായിരിക്കും അവർ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതാണ് ആ ദുആ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ദുആ. അത് ഫുർഖാനിലെ സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞ ദുആ ആണ്. അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാന ആശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതുമാണ്. അവർ അതിൽ നിത്യവാസികളായിരിക്കും. എത്ര നല്ല താവളവും പാർപ്പിടവും. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? എന്നാൽ നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്. അതിനാൽ ഇതിനുള്ള ശിക്ഷ അനിവാര്യമായിരിക്കും. അതായത് നമ്മള് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്ത് തന്നെയാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചത്. അപ്പൊ ആ ഇബാദത്തിൽ പെട്ടത് തന്നെയാണ് അള്ളാഹുവിനോടുള്ള ദുആ ചെയ്യുക എന്ന് പറയുന്നത്. ആ ദുആ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് അടുക്കണ്ടേ? എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കണ്ടേ? എന്റെ റബ്ബിനോട് ഞാൻ മുനാജാത്ത് നടത്തണ്ടേ? എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ദുനിയാവിൽ ജീവിക്കണ്ടേ? എന്റെ റബ്ബിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ചെയ്യണ്ടേ? അപ്പോഴല്ലേ എന്റെ റബ്ബിനെ നോക്കുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ ഈ ഭൂമിയിലെ എല്ലാ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച റബ്ബിന് നമ്മളും അതിലെ ഒന്ന് മാത്രമാണ് അല്ലെ? അതിലെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഒരാള് മാത്രമാണ് നമ്മള്. അപ്പൊ എന്റെ നേരെ എന്റെ റബ്ബ് നോക്കണമെങ്കിൽ, എന്റെ റബ്ബിന്റെ തിരുനോട്ടം എന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ റബ്ബിനെ വിളിക്കണ്ടേ? എന്റെ റബ്ബിനെ വിളിച്ചാലല്ലേ എന്റെ റബ്ബ് എന്നിലേക്ക് നോക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, നമുക്ക് എല്ലാ കാര്യങ്ങളും വിധാനിച്ചു. ഇനി എനിക്ക് റബ്ബിനോട് ചോദിക്കണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹ് തരുമ്പോ തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമ്പോ തരും. നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ക്ഷമയുള്ളവരായിട്ടിരിക്കാം എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബിനോട് എനിക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഇതുകൊണ്ടൊന്നല്ല, പക്ഷെ എന്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ആ ആഗ്രഹത്തിന്റെ മുകളിലുള്ള ചോദ്യമാണ്. എന്റെ റബ്ബ് എന്നോട് എന്നെ നോക്കണം, എന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഒരു രാത്രി പോലും എന്റെ റബ്ബ് എന്നെ നോക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം എന്റെ റബ്ബ് എനിക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം അത് 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 കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല, എന്റെ റബ്ബ് എന്നെ നോക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. എന്റെ റബ്ബ് എന്നെ നോക്കാതിരിക്കാൻ പാടില്ല. എന്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് എന്റെ 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 സ്വകാര്യമായിട്ടുള്ള എന്റെ ആഗ്രഹത്തിൽപ്പെട്ടതാണ്. അതിന് എന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും എന്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. എന്തായാലും സുജൂദ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടല്ലാതെ സുജൂദ് ചെയ്യൂല ഞാൻ. കാരണം എന്താണ്? എന്റെ റബ്ബ് എന്നെ നോക്കണം എന്നുള്ള എന്റെ ആഗ്രഹം, എന്റെ അത്യാഗ്രഹമാണ്. എന്റെ റബ്ബ് എന്നെ നോക്കാതിരിക്കാൻ പാടില്ല. എന്റെ റബ്ബ് എന്നെ നോക്കാതിരിക്കാൻ പാടില്ല.
കാരണം ഒരു കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഒരാളല്ല ഞാൻ എന്റെ റബ്ബിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, എന്റെ റബ്ബിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കണം, നിങ്ങൾ ദുആ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ നോക്കുന്നത്? ഞാൻ നിങ്ങളെ ഈ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഒരാൾ മാത്രമായിട്ട് നിങ്ങൾ മാറുകയാണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു, ഞാൻ അങ്ങനെയാണ് വേണ്ടത്? എനിക്ക് തന്നോ തന്നില്ലേ എന്നുള്ളതല്ല, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ദുനിയാവിലെ മുഴുവനും പാരി പിടിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ദുനിയാവിലുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല. നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഇതിനൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോണില്ല. നമ്മളെ കവറിലേക്ക് ഒന്നും എടുക്കാൻ പോണില്ല. ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന സാധനങ്ങളൊന്നുമില്ല. നമ്മൾ തിന്ന തടി മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം അതിനും നമുക്ക് മിതമായിട്ട് മതി. നമ്മളെ ഭക്ഷണം എന്ന് പറയുന്നത് പോലും നമുക്ക് മിതത്വത്തിൽ മതി. അതിൽ പോലും നമ്മൾ ആർത്തി കാണിച്ച് നമ്മൾ കഴിക്കുന്നുണ്ട്. ദുനിയാവിലെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ആർത്തിയുണ്ട്, നമ്മളത് കഴിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലും മണ്ണിന് ഉള്ള വളമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒന്നും കൊണ്ടാവാനൊന്നും പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കണം, എന്നോട് നോക്കണം, എന്നെ നോക്കി കാണണം. അള്ളാഹിന്റെ ഭൂമിയിലെ അള്ളാഹിന്റെ വിഭവങ്ങളാണ് ദുനിയാവിലുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് എനിക്ക് അത് തന്നാൽ ഞാൻ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് തന്ന ഇങ്ങനത്തെ കർമ്മങ്ങൾ എനിക്ക് ചെയ്യാലോ, അതിനു വേണ്ടിയിട്ടാണ്. ആ കർമ്മം ചെയ്യാനുള്ള ഒരു സബബ് മാത്രമായിക്കൊണ്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ആ ഒരു കർമ്മം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഇന്നൊരു കർമ്മം എനിക്ക് ചെയ്യാൻ, ഇതിലും കയറായിട്ടുള്ള ഒരു കർമ്മം എനിക്ക് ചെയ്യാനുള്ള ഒരു സബബ് മാത്രമാണ് ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും. ഈ പണവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാനുള്ള ഒരു അമലിന് വേണ്ടിയിട്ടുള്ള ഒരു സബബ് മാത്രമാണ്. ആ സബബ് കൊണ്ട് ആ അമൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. അല്ലാതെ ദുനിയാവിലെ സമ്പത്തും സ്വത്തും മുതലൊന്നും ഉണ്ടാക്കിയിട്ടിട്ടും ഒരുപാട് എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് 1000 ഏക്കർ ഉണ്ട്, എനിക്ക് 500 ഏക്കർ ഉണ്ട്, എനിക്ക് 1 കോടി ഉണ്ട്, എനിക്ക് 100 കോടി ഉണ്ട്, 1000 കോടി ഉണ്ട്. കോടികളും ഒക്കെ എന്താണ്, ഒരു വെറും കണക്ക് മാത്രമാണ്. ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പോണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഇറക്കിയ ഈ വിഭവങ്ങളും ഇത് ഇവിടെ തന്നെ നിലനിൽക്കും. നമ്മൾ മാത്രമാണ് ഇവിടുന്ന് പോകുന്നത്. ഇത് മറ്റൊരു തലമുറക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടെ തന്നെ കിടക്കും. അത് വേറൊരു തലമുറ അനുഭവിക്കും, അവരും ഇവിടുന്ന് ഇട്ടിട്ട് പോകും. അത് വേറൊരു തലമുറ അനുഭവിക്കും, ഇവിടെ തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ദുനിയാവിൽ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. ദുനിയാവിൽ മുഴുവൻ റഹ്മത്ത് ഉണ്ട്. അതിലെ ബർക്കത്താണ് നമ്മൾ ചോദിക്കുന്നത്. അതിലെ ബർക്കത്ത് നമുക്ക് ലഭിച്ചതിലുള്ള ആ തൃപ്തി ഉണ്ടല്ലോ, ആ ഒരു സമാധാനം, ഒരു സംതൃപ്തി, അതാണ് ചോദിക്കുന്നത്. അതുള്ളവനാണ് ഖനിയ്. അതായത് നമുക്ക് നിറഞ്ഞിരിക്കുന്നത് ആ കിട്ടിയവനാണ്, ആ ബറക്കത്ത് കിട്ടിയവനാണ് നിറഞ്ഞിരിക്കുന്നത്. അവൻക്ക് 1 റുപ്യ വീട്ടിലുണ്ടായാലും മതി, അവൻക്ക് അതിൽ തന്നെ സംതൃപ്തി ഉണ്ടാവും, അതിൽ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്താണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ ബറക്കത്തിലാണ് നമുക്ക് സമാധാനം കിട്ടുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു സമാധാനം ഇല്ലാത്ത മനുഷ്യനായിട്ട് മാറും നമ്മൾ. നമുക്ക് എത്ര കിട്ടിയാലും സമാധാനം കിട്ടൂല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, എത്ര കിട്ടിയാലും സമാധാനമില്ല. അവർക്ക് കിട്ടിയതിലൊന്നും അവർക്ക് സമാധാനം തോന്നൂല. അവർക്ക് എന്താണ്, എന്റെ ജ്യേഷ്ഠന് അത്ര ഇതിലാണ് ജീവിക്കുന്നത്, അവർക്ക് ഉള്ളത് 2 വീട്, വലിയ വീടുണ്ട്, അത്രയും സ്വത്തും മുതലുണ്ട്, അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിങ്ങനെ കാണുമ്പോൾ നമ്മളെ വീട് കുഞ്ഞു വീട്, ചെറിയ വീട്, അപ്പൊ നമുക്ക് അതിലൊരു സമാധാനം കിട്ടുന്നില്ല. ശരിക്കും ആ വീട് തന്നെ മതി നമുക്ക് ജീവിക്കാൻ. പക്ഷെ ജ്യേഷ്ഠന് കുറച്ച് വലിയ വീട് വെച്ചത് കൊണ്ട് അതേപോലത്തെ വീട് നമുക്ക് വേണം. അതാണ് ബർക്കത്തില്ലാത്തത്. അതാണ് നമുക്ക് റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ റഹ്മത്തിന് നമുക്ക് ബർക്കത്ത് തോന്നിയില്ല, നമുക്ക് അതിലൊരു തൃപ്തി തോന്നുന്നില്ല. ആ തൃപ്തി എന്ന് തോന്നുന്നു അതിൽ തന്നെ നമ്മൾ സംതൃപ്തരായിട്ട് നമ്മൾ ജീവിക്കും. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റഹ്മത്തിൽ ബർക്കത്ത് ചോദിക്കണം. നമ്മുടെ മനസ്സിന് സംതൃപ്തി തരാൻ പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. ലഭിച്ചതിൽ നമുക്ക് നല്ല തൃപ്തി തോന്നാൻ കഴിയണം. അങ്ങനെയുള്ളവർ മാത്രമേ രാത്രി കിടന്നാല് തൃപ്തിയോടുകൂടി ഉറങ്ങുള്ളൂ. ദുനിയാവില് എല്ലാം നിറഞ്ഞവനായിട്ട് ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അവനക്ക് ബർക്കത്ത് വേണം. ആ ബർക്കത്ത് കിട്ടിയാലേ അവനക്ക് ഉറങ്ങാൻ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ അവനക്ക് എന്നും പ്രയാസം, മനസ്സിൽ വിഷമമായിരിക്കും. ഒന്നും നേടിയില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും ലഭിച്ചില്ല, ഈ ഒരു ചിന്ത മാത്രമേ അവന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും അതിനെ തൊട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക. നമുക്ക് ലഭിച്ചതിലും മതി, നമുക്ക് ലഭിച്ചത് തന്നെ ആവശ്യമുള്ളൂ. ദുനിയാവിൽ നമുക്ക് എന്താണ് നൽകിയത് അതേ ആവശ്യമുള്ളൂ. കൂടുതൽ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നാളെ ചോദ്യം നല്ലോണം ഉണ്ടാവും, നല്ല ചോദ്യം ഉണ്ടാവും. നമ്മളെക്കാൾ മുൻകടന്ന് പാവങ്ങള് സ്വർഗത്തിലേക്ക് കയറിപ്പോകും എന്ന് പറഞ്ഞതിന്റെ കാരണം കൂടി അതാണ്. നമുക്ക് ലഭിച്ചതിന് ചോദ്യം ഉണ്ടാകും, അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഉത്തരം കൊടുക്കാണ്ടാത്തവര്
സ്വർഗത്തിലേക്ക് ഓടിക്കയറും. ഉത്തരം കൊടുക്കേണ്ടവര് അവിടെ നിൽക്കേണ്ടി വരും. അവിടെ നിന്ന് ഉത്തരം കൊടുത്തിട്ട് വേണം പോകേണ്ടി വരിക. അപ്പം എന്ത് ചോദിച്ചു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ മുകളിൽ നാളെ ചോദ്യം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിട്ട് വേണം ചോദിച്ചു വാങ്ങിക്കാൻ. നമ്മൾ എന്ത് ചോദിച്ചു വാങ്ങിച്ചാലും, മക്കളില്ലാത്തവർ മക്കളെ ചോദിച്ചു വാങ്ങിച്ചാലും, വീടില്ലാത്തവർ വീട് ചോദിച്ചു വാങ്ങിച്ചാലും, പ്രയാസങ്ങളിൽ അത് ചോദിച്ചു വാങ്ങിച്ചാലും, ഭർത്താവ് നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് നല്ലപോലെ നോക്കാനും എന്താക്കാനും ചോദിച്ചു വാങ്ങിച്ചാലും, എന്തിനു ചോദിച്ചു വാങ്ങിച്ചാലും അത് നാളെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ആ ഒരു സബബാണെന്നുള്ളത് ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് വേണം ചോദിച്ചു വാങ്ങിക്കാൻ. അത് നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്തായി അത് കൊണ്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മള് അവിടെ നിർത്തപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയോട് എത്ര വേണമെങ്കിലും നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. പക്ഷെ ചോദിച്ചു വാങ്ങിക്കുന്നത് എന്താവണം, അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ചോദിച്ചു വാങ്ങിക്കാൻ. അത് ഉത്തരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പരലോകത്ത് അവിടെ നിൽക്കും. ഒരു കാല് ആണ്ട് അനങ്ങൂല, അവിടെ കിടക്കും നമ്മള്. അതുകൊണ്ട് ഉത്തരം കൊടുക്കാൻ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചോദിച്ചു വാങ്ങിച്ചോളാം. എന്നുണ്ടെങ്കിൽ ഉത്തരം കൊടുക്കാൻ പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളതിൽ സംതൃപ്തിയോട് കൂടിയിട്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതിലെ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ വേറെ തന്നെ നമ്മൾ ഒരു 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 കിതാബ് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോയിട്ടില്ല. അത് നമ്മൾ വേറെ തന്നെ ഒരു 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 2 മാസം 3 മാസം എടുത്ത് പഠിക്കേണ്ട ഭാഗമാണ് അത്. അത് വേറെ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എവിടെങ്കിലും എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ അതിനെക്കുറിച്ച് ഇബാദുർ റഹ്മാന്റെ ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ തന്നെ പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي انزل المنزل مبارك أنت خير المنزلين. اللهم يسر ولا توسر من بالخير. ربي انزل المنزل مبارك أنت خير المنزلين. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني دماء سلسلة من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. آمين يا رب العالمين. حي القيوم يا الرحمن الراحمين يا ذا الجلال الإكرام يا الله يا أحد الصمد يا الله. ഞങ്ങളെ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ യാ റഹ്മാൻ റഹീമീൻ. അല്ലാഹുവേ اللهم ارحمني يا ارحم الراحمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. 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 امين يا رب العالمين. ربي إني لما أنزلت من خير فقير. അല്ലാഹുവേ നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ അടിമകൾ അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹുവേ ഫക്കീറാണെന്ന് നിനക്കറിയാലോ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് പേരിൽ അല്ലാഹുവേ ഞങ്ങൾ നാളെ പരലോകത്ത് ശിക്ഷിക്കുന്നതിൽ നിന്നുള്ള നിന്നിലേക്ക് അഭയം തേടുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ തെമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ മലക്കളുടെ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു തരണമേ. അർഹമറാഹിൻ അല്ലാഹുവേ അർഹമറാഹിൻ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്നും, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരിൽ നിന്നും എല്ലാ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കി തരികയും അല്ലാഹുവേ സ്വർഗത്തിന്റെ ഉന്നതിയിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും
നീ ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യണമേ. സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ സ്വർഗത്തിലേക്ക് ഓടി വരാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ആദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ ഖയ്യൂമായ അല്ലാഹുവേ, നാളെ പരലോകത്ത് അല്ലാഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളിൽ നിന്ന് കടന്നുപോയ അല്ലാഹുവേ ഞങ്ങളെ പൂർവികരായി ഞങ്ങളെ കുടുംബങ്ങളെയും അല്ലാഹുവേ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, നിന്റെ കാരുണ്യവും ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ അല്ലാഹുവേ നീ വിശാലത നൽകുകയും അല്ലാഹുവേ അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ആദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ, ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് അല്ലാഹുവേ അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, നിങ്ങൾ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫീലിങ്ങളും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവർക്ക് ആയുസ്സുള്ളിടത്തോളം കാലം അല്ലാഹുവേ അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ മനോഹരമായ ഭംഗിയുള്ള ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. വിശാലതയുള്ള ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയും അവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കുകയും അവർക്ക് സമാധാനം നിറഞ്ഞ ജീവിതത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, അസുഖങ്ങൾക്ക് ബാധിച്ച് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയും അവർക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഇണകളുമായിട്ട് പ്രയാസത്തിലിരിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുകയും സമാധാനം സന്തോഷം സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് കുടുംബ ജീവിതത്തിന് വേണ്ടി കൂട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കിടപ്പറകൾ അല്ലാഹുവേ സന്തോഷവും സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞതാക്കി തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹുവേ നിങ്ങൾക്ക് വിശാലത നൽകുകയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞങ്ങളുടെ ജോലികളിൽ അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നിന്ന് റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേലധികാരികളാക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ അല്ലാഹു സമാധാനം നിറഞ്ഞ നാടുകളാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹു ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങൾക്ക് മേലധികാരികളാക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ആമീൻ 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي انزل منزل مبارك انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. امين يا رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته. ورحمة الله وبركاته. جزاك الله خير. وعليكم السلام ورحمه الله السلام وبركاته. ورحمة الله وبركاته. മാമിനൊരു സംശയം ചോദിക്കുന്നുണ്ട്. السلام ورحمة الله وبركاته. جزاك وعليكم മാം, السلام ورحمة الله وبركاته. ചോദിക്കൂ. പിന്നെ നമ്മള് പിന്നെ പള്ളിയിലാണെങ്കിൽ തറാവി ഒരുപാട് ഓതി നിസ്കരിക്കണമല്ല. അപ്പൊ പിന്നെ ഈ സബ്ബിസ്മ ഓതണം എന്താ, അത് നിസ്കാരം ചുരുക്കുകയാണെന്നുള്ളതിന് വേണ്ടിയിട്ട് ഇടയിൽ സബ്ബിസ്മ ഓതുന്നുണ്ടല്ലോ. സബ്ബിസ്മ ഓതുന്നത് വിത്തറിൽ ഓതുന്നതാണ്. വിത്തറിന്റെ 3 റക്അത്തിന്റെ ഒന്നാമത്തെ റക്അത്തില് സബ്ബിസ്മ ഓതും. അപ്പൊ അത് നമ്മളെ സബ്ബിസ്മ ഓതണ ആ ഇതില് വിത്റിന്ന് നെയ്യത്ത് കരുതണോ? അതെ, വിത്തറാണത്. അത് 3 റക്അത്ത് വിത്തറിന്റെ ഇതാണ്. അവസാനത്തെ അതിലെ 3-ാമത്തെ റക്അത്ത് നിങ്ങൾക്ക് ഒറ്റ റക്അത്തായിട്ട് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്?
എന്താ ഞാൻ അങ്ങനെ വെച്ചാൽ വലിയൊരു എന്താ ഇപ്പൊ ഇടക്കൽ സബ്ബിസ്മ ഓതണം അപ്പൊ അത് അവിടുന്ന് അങ്ങോട്ട് വിത്രല്ലേ? അത് മുതൽ വിത്രായി. ആ ശരി. അപ്പൊ അവിടെ ഉം വിത്തെന്ന് കരുതണം നമ്മളല്ലേ? അതെ. ടീച്ചറെ ഈ ഫാത്തിമ ഓതണതില് ഫാത്തിമ ടീച്ചറത് കുറച്ചൊരു സ്പീഡ് ഉണ്ട്, ഒപ്പം ഇങ്ങോട്ട് എത്താൻ കഴിയും. മാഷാ അല്ലാ, ഫാത്തിമ ടീച്ചറെ നിങ്ങൾക്ക് അറിയോ? ടീച്ചറ് ഇസ്ലാമിലേക്ക് വന്ന കുടുംബമാണ് അവര്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ദീനില് ജനിച്ചു വളർന്ന ആളുകളാണ്. അവര് ദീനിലേക്ക് വന്ന ആളുകളാണ്. അവർക്ക് ഇങ്ങനെ ഓതാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത് കൂടി ആലോചിച്ചാൽ മതി. നമുക്ക് പ്രായമായവർക്ക് ഓലെക്കൊണ്ട് എത്താൻ കഴിയണില്ല, ശ്വാസം അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ ഞാൻ പറയാം. ടീച്ചർക്ക് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്, പക്ഷെ മാഷാ അല്ലാ അല്ലാഹു ബാരിക്ക്. നമ്മള് പിന്നെ ടീച്ചർ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചർ നമ്മളെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ. ടീച്ചർ അടുത്ത് പറയാട്ടാ. കഴിഞ്ഞ വർഷമൊക്കെ ഓലപ്പം തന്നെ ഓതിക്കണേ. ടീച്ചർക്ക് തന്നെ അറിയാം സ്പീഡ് കൂടുതലാണെന്ന്. ടീച്ചർ ഇടക്കൊന്ന് സ്ലോ ആക്കലുണ്ട്, പിന്നെയും ഓർമ്മയില്ലാതെ ടീച്ചർ സ്പീഡായി പോണതാണ്. നല്ല ഓത്തേ, നല്ലത് ഒറ്റും വരാതെ ഓതണുണ്ട്. പക്ഷെ നമ്മക്ക് പ്രായം ഉൾക്കൊടുക്കാണ്ട് കഴിയണില്ല. ഞാൻ ഒന്നും കൂടി പറയാം ടീച്ചർ എടുത്തിട്ട്. ഇൻഷാ അല്ലാ. മാം നെയ്യത്ത് നമ്മള് അത്താഴത്തിന് എല്ലാ ബാങ്കും കൊടുത്ത് കഴിയണ വരെ വെള്ളം കുടിക്കാന്ന് ചിലര് പറയണു. ചിലര് പറയണ ബാങ്ക് കേട്ടാൽ അപ്പം നിർത്തണം. അതിൽ ഏതാണ് ശരി ശരിക്കും? നമ്മളെ കയ്യിൽ ഭക്ഷണം ഇരിക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നീറ്റാൽ മതി. അതാണ് അതിന്റെ ഇത്. നമ്മളെ കയ്യിൽ ഭക്ഷണം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് അവിടെ സ്റ്റോപ്പായി. കാരണം ഭക്ഷണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് പൂർത്തിയാക്കാന് നമ്മളെ ബാങ്ക് തടസ്സമല്ല. അതൊരു ഇതാണ്. ഇന്നിപ്പോ മരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടായിന്, അപ്പൊ ഇതെന്താന്ന് അറിയാഞ്ഞിട്ട് അത് കഴിക്കണം. അപ്പം കയ്യിൽ ഭക്ഷണമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയില്ലേ. ഒരു സംശയമുണ്ട്. ആ മുസ്ലിങ്ങളായ സ്ത്രീകളെ നമ്മള് തലമുടി കാണുന്നോണ്ട് അതിന്റെ വിധി എന്താ? സ്ത്രീകൾക്ക് ഹറാമല്ലല്ലോ. മുസ്ലിങ്ങളായതുകൊണ്ട് ഹറാമല്ല ആവൂല. അല്ല, ഇപ്പൊ പ്രസവത്തിന് കുളിപ്പിക്കാൻ നിർത്തുന്നുണ്ട്. അതാണ് ഇപ്പൊ എല്ലാരും ചെയ്യുന്നത്. പ്രസവത്തിന് കുളിപ്പിക്കാൻ നിർത്തുന്നുണ്ടല്ലോ 40 ദിവസം മുസ്ലിങ്ങളെ. അത് ശരിയാണോ? അത് അവനവന്റെ ഔറത്ത് മറ്റൊരാളെ കാണിക്കുന്നതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെയാണ്. നമ്മള് സ്ത്രീകളെ കാണുന്നതില് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മള് ഔറത്തും ഒരാളെ കാണിക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ അതിന് ബദല് നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ അങ്ങനെ പറയും 40 ആണുങ്ങൾ കാണുന്ന പോലെയാണ് ഒരു മുസ്ലിം കാണുന്നത്. അത് എനിക്കറിയില്ല. അത് ഞാൻ കണ്ടിട്ട് അത് എനിക്കറിയില്ല കേട്ടോ. ആ ഹദീസ് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഒളു ചെയ്തിട്ട് ആ മുസ്ലിമിനെ ഒരു സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒളു മുറിയോ? ഇല്ല. നിങ്ങളെ ഒതു മുറിയാനുള്ള ഇത് നിങ്ങൾ പഠിച്ചതിൽ എന്തൊക്കെയുള്ളത്? അതറിയാം. പക്ഷെ പറയണ കേൾക്കുമ്പോ നമുക്കൊരു വിശ്വാസം. അത് വസ്വസ് മാത്രമാണ്. നിങ്ങള് ഒന്നു മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചത് എന്താണോ അത് മാത്രമേ ഒന്നു മുറിയാൻ ഉള്ളൂ. അല്ലാത്ത വേറെ ഒന്നും ഒന്നു മുറിയാൻ എടുക്കൂല. അവർക്ക് നമ്മള് സക്കാത്തിന്റെ പങ്ക് കൊടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലെല്ലാം കിട്ടുന്ന ജോലിക്കാരില്ലേ, അത് സദക്ക മാത്രമാണ്. സദക്ക മാത്രല്ലേ? സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ വീടുള്ളൂ. കൊടുക്കാൻ പറ്റൂലല്ലോ മാം. എന്ത്? ഒലുവാന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റോ? അത് കൊടുക്കാം. ടീച്ചറെ, അതുപോലെ ഫർള് നിസ്കാരത്തില് സുജൂദില് ദുആ ചെയ്യാൻ പറ്റുമോ? സുന്നത്തില് ഫർളില് ചെയ്യാൻ പറ്റുമോ? എല്ലാത്തിനും സുജൂദില് ദുആ ചെയ്യാം. പക്ഷെ ഫർളിലാവുമ്പോ ഓൾറെഡി നമുക്ക് ഒരുപാട് ദുആസ് ഉണ്ട് അറബിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. നമ്മളത് പഠിക്കാൻ പരിശ്രമിക്കണം. അല്ലാതെ നമ്മുടെ ജനറിക് ആയിട്ടുള്ള ആവശ്യങ്ങള് നമ്മൾ സുന്നത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫർള് നമസ്കാരത്തിൽ തന്നെ നമ്മളൊരു പ്രയാസത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും സുജൂദ് പോകുമ്പോൾ നമുക്ക് വിഷമം വരും. നമ്മൾ ദുആ ചെയ്യും, നമ്മൾ കരയും അള്ളാന്റെ മുമ്പിൽ.
ആ സമയത്ത് അള്ളയും നമ്മള് മുനാജാത്ത് നടത്തുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയണമെങ്കിലും പറയാം. അല്ല, നോർമൽ കണ്ടീഷനിൽ നിങ്ങൾ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദുആസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എപ്പോഴും ഏതെങ്കിലും എളുപ്പത്തിൽ ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഒരു അറിയാവുന്ന ദുആ എന്താണ് പെട്ടെന്ന് പറയും. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയൊരു ദുആ. സുബ്ഹാനക്കല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള ദുആ നിങ്ങൾ വിടാതെ കൊണ്ടുനടക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് സമാധാനമാണ്. അൽഷിമേശ് ബാധിച്ച ഒരാളാ ഞങ്ങളെ അയലക്കത്തുണ്ടേ. അവർക്ക് മുദ്ദ് കൊടുക്കണം നോമ്പിന്. അവർക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. നോമ്പില് ആയിക്കൊണ്ട് ദുനിയാവില് നിൽക്കുന്ന എല്ലാ ആളുകൾക്ക് നോമ്പ് നോൽക്കാതിരുന്നാൽ അവരെന്തായാലും മുദ്ദ് കൊടുത്ത് അവര് വീടണം. അവര് സംസാരിക്കണമൊന്നുമില്ല, ഇങ്ങനെ ഒരേ കെടുത്താണ്, അധികം പ്രായമൊന്നും ആയിട്ടില്ലേ. അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് മുദ്ദ് കൊടുത്തുകൊണ്ടേ പോകണം. കാരണം അവര് തിരിച്ചു മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഇങ്ങോട്ട് വീട്ടണം എന്നും പറയുന്നുണ്ട്, ഇല്ല വേണ്ടാന്നും പറയുന്നുണ്ട്. എന്തായാലും മുദ്ദ് കൊടുത്തു പോയാൽ പിന്നെ അതോട് കൂടിയിട്ട് അവർക്ക് അതിന്റെ ആ തെറ്റിൽ നിന്ന് അവർ വിടുതലായി. എന്റെ വല്യമ്മ 100 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാ, എനിക്ക് ദുനിയാവിന്ന് പോണോ, നിങ്ങളെല്ലാരും ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് ഈ ഇബാദത്തെടുക്കാനോ ഇതിനൊന്നും വയ്യാത്ത, ദുനിയാവ് വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഒരു വിഷമം, ഇങ്ങനെ മരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ എന്താ ചെയ്യാന്നുള്ളൊരു അത് മരണത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ മരണത്തിന് അത് എന്താണ്, നമുക്ക് ഒരു ദുആ ഉണ്ട്. ഭയങ്കര ഇബാദത്തെടുക്കുന്ന ആളാണ്. അപ്പൊ നോമ്പൊന്നും നോക്കാൻ വയ്യായിട്ട് ഭയങ്കര സങ്കടത്തില് പറയാണ്. അതിന് ഒരു ദുആ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ആ ദുആ ചെയ്യാന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല. ഈ മുദ്ദ് കൊടുക്കുമ്പോഴേ മുദ്ദ് പിന്നെ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ? മുദ്ദ് കൊടുക്കുന്നത് അതിന് ആവശ്യക്കാരായിട്ടുള്ളവർക്കൊക്കെ കൊടുക്കാം. മുദ്ദ് പാവങ്ങൾക്കൊക്കെ കൊടുക്കല. ഭക്ഷണത്തിന് ആവശ്യക്കാരായിട്ടുള്ള എല്ലാവർക്കും. മുദ്ദിന്റെത് പറഞ്ഞാല് ഈ റംസാൻ തീരുന്നതിന്റെ മുന്നേ കൊടുത്താൽ മതി, അത് 10 ആവുമ്പോ അങ്ങനെ കൊടുക്കുക, എങ്ങനെ കൊടുക്കുക? 4 അടുത്ത റമദാനിന്റെ മുമ്പായിട്ട് നിങ്ങൾ മുദ്ദ് കൊടുത്ത് വീട്ടിയിരിക്കണം. ഈ മാസത്തിൽ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല അല്ലേ? അള്ളാഹു ആലം. ഞാൻ എന്റെ ചെറിയ അറിവിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾ ഫത്വ എന്തെങ്കിലും വലിയ വലിയ ആളുകളുടെ ഇത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിന്തുടരണം കേട്ടോ. ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഒരിക്കലും അതിൽ മാത്രമായിട്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വലിയ വലിയ ആളുകളിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാളും ഹൈറായ ഒരു ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വിട്ടുകളയണം കേട്ടോ. അല്ലാഹു അലം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.